തലസ്ഥാനത്തെ പോലീസ് ഗുണ്ടാ ബന്ധം അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പമാണ് കാക്കിയിട്ട പല ഏമാന്മാരുടെയും ചങ്ങാത്തം. എന്നാൽ ഗുണ്ടകളെക്കാളും റൗഡികളായ പോലീസുകാരും കേരളത്തിലുണ്ടെന്ന് DGPക്ക് വരെയും ഇപ്പോഴാണ് മനസ്സിലായത്. തിരുവനന്തപുരം വഴയിലയിൽ ഹോട്ടലുടമ സംഘടിപ്പിച്ച മദ്യസൽക്കാരത്തിൽ പോലീസുകാർ തമ്മിൽ തല്ലിയത് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഗുണ്ടകൾക്കൊപ്പം മദ്യപിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലടിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഓംപ്രകാശ് ഉൾപ്പെടെയുള്ള ഗുണ്ടകളുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസിന്റെ തമ്മിലടി. ഇതിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഈ മാസം 4-ന് തിരുവനന്തപുരം വഴയിലയിലെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ശേഷം ഹോട്ടലുടമ നടത്തിയ മദ്യസത്കാരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും ഒരുമിച്ച് പങ്കെടുത്തത്. IPS ഉദ്യോഗസ്ഥൻ, SP, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, പോലീസുകാർ എന്നിവർ വിരുന്നിനെത്തി. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ CI യഹിയ, ക്രൈംബ്രാഞ്ച് CI ജയചന്ദ്രൻ എന്നിവരാണ് തമ്മിൽ തല്ലിയത്. ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെ വിരുന്നിലേക്ക് വിളിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഓംപ്രകാശിനെ കൂടാതെ മരുതൻകുഴി അമ്പിളി, കാഞ്ഞിരമ്പാറ അബു തുടങ്ങി ക്രിമിനൽ കേസ് പ്രതികളുടെ വലിയൊരു നിരയും ഈ സമയം ഹോട്ടലിലുണ്ടായിരുന്നു. കുടുംബസമേതമാണ് SP എത്തിയത്. പോലീസിന് നാണക്കേടായ സംഭവത്തിൽ കർക്കശ നടപടിക്കാണ് സർക്കാർ നിർദ്ദേശം. പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിന് ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. നേരത്തെയും തലസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളുമായുള്ള അവിശുദ്ധ ബന്ധം പോലീസിന് നാണക്കേടുണ്ടാക്കിയിരുന്നു. കേസുകളിൽപ്പെടുന്ന ഗുണ്ടാതലവന്മാർക്ക് രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും പോലീസിന്റെ സഹായം ലഭിക്കാറുണ്ടെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.